ഇന്ത്യയിൽ ഭാഷ എന്നത് എന്നും ഒരു സെൻസിറ്റീവ് വിഷയമാണ്. അതേ ചൊല്ലി പുതിയൊരു വിവാദം കൂടി കർണാടകയിൽ ഉണ്ടായിരിക്കുകയാണ്. നടനും മക്കൾ നീതി മയ്യം നേതാവുമായ കമൽഹാസന്റെ വാക്കുകളാണ് വിവാദത്തിന് കാരണമായിരിക്കുന്നത്. കന്നഡ ഭാഷ ഉണ്ടായത് തമിഴിൽ നിന്നാണ് എന്ന കമൽഹാസന്റെ പരാമർശമാണ് കന്നഡ ഭാഷാനുകൂലികൾ ഏറ്റുപിടിച്ചിരിക്കുന്നത്. പിന്നാലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളും വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. കമൽ തന്നെ തന്റെ ഭാഗം വിശദീകരിച്ച് രംഗത്തെത്തിയെങ്കിലും പ്രശ്നം കൂടുതൽ വഷളാവുകയാണ് ചെയ്തത്. ആ വിവാദം പരിശോധിക്കുകയാണ് ഇൻഡെപ്ത്. സ്വാഗതം. തഗ് ലൈഫ് എന്ന തന്റെ പുതിയ ചിത്രത്തിന്റെ പ്രമോഷൻ ചെന്നൈയിൽ നടക്കവെയായിരുന്നു കമൽഹാസന്റെ പരാമർശം. ഉയിരേ ഉറവേ തമിഴേ എന്ന വരികളോടെയായിരുന്നു കമൽഹാസന്റെ അഭിസംബോധന. എൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും എല്ലാം തമിഴ് തന്നെ എന്നർത്ഥം. അതിനിടെ സദസ്സിലുണ്ടായിരുന്ന കന്നഡ നടൻ ശിവരാജ് കുമാറിനെ ചൂണ്ടി അദ്ദേഹവും തൻ്റെ കുടുംബമാണെന്നും കന്നഡ തമിഴിൽ നിന്നായതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവരെല്ലാം കുടുംബമാണെന്നും താരം പറഞ്ഞു. ഈ പരാമർശമാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. സാംസ്കാരിക ഐക്യം ചൂണ്ടിക്കാട്ടാനാണ് കമൽ അങ്ങനെ പറഞ്ഞതെന്ന് പല വിശദീകരണങ്ങളും ഉയർന്നെങ്കിലും അതിന് നേർവിപരീതമായിരുന്നു പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾ. കന്നഡ ഭാഷ അനുകൂല സംഘടനകൾ കമലിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. കന്നഡയുടെ മഹത്തായ ചരിത്രം കമൽഹാസൻ അറിയില്ല എന്ന പരിഹാസത്തോടെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആയിരുന്നു ആദ്യം പ്രതികരിച്ചത്. പിന്നാലെ കർണാടക BJP പ്രസിഡന്റ് BY വിജയേന്ദ്ര പരാമർശത്തെ അപലപിച്ച് വിശദമായ കുറിപ്പ് തന്നെ എക്സിൽ പങ്കുവച്ചു. കമൽഹാസന്റെ പരാമർശം സംസ്കാരശൂന്യവും അപലപനീയവുമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കന്നഡ സംസാരിക്കുന്ന 6.5 കോടി ജനങ്ങളെയും കമൽ അപമാനിച്ചു എന്ന് അദ്ദേഹം തുറന്നടിച്ചു. 2000-ലധികം വർഷത്തെ പാരമ്പര്യമുണ്ട് കന്നഡ ഭാഷയ്ക്കെന്നും അത് കമൽഹാസൻ ഓർമ്മ വേണമെന്നും പറഞ്ഞിരുന്നു വിജയേന്ദ്ര. ഈ പോസ്റ്റ് എരുതിയിൽ എണ്ണ ഒഴിച്ചുവെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കുറിപ്പ് നിമിഷ നേരം കൊണ്ട് കാട്ടുതീ പോലെ പടർന്നു. പിന്നാലെ മറ്റു പല രാഷ്ട്രീയ സാംസ്കാരിക പ്രമുഖരും കമൽഹാസന്റെ പരാമർശത്തെ വിമർശിച്ച് രംഗത്തെത്തി. കർണാടകയിൽ സിനിമ റിലീസ് ചെയ്യാൻ കമൽഹാസൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കന്നഡിഗരെ അപമാനിക്കുന്നത് നിർത്തണമെന്ന താക്കീത് ഉൾപ്പെടെ ഉണ്ടായി. വിവാദം കത്തിപ്പടർന്നതോടെ ഭാഷാ അനുകൂല സംഘടനകൾ തഗ് ലൈഫിന്റെ പോസ്റ്റർ അടക്കം കത്തിച്ച് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. ചിത്രം കർണാടകയിൽ പ്രദർശിപ്പിക്കണമെങ്കിൽ താരം മാപ്പ് പറയണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വെച്ചു. കാര്യങ്ങൾ കൈവിട്ടെങ്കിലും മാപ്പ് പറയില്ല എന്ന ഉറച്ച നിലപാടിലാണ് കമൽഹാസൻ. വിശദീകരണവുമായി കമൽ തന്നെ രംഗത്തെത്തുകയും ചെയ്തു. തന്റെ പരാമർശം ആളുകൾ വളച്ചൊടിച്ചതാണെന്നും താൻ സ്നേഹത്തിന്റെ പുറത്താണ് പറഞ്ഞത് എന്നുമായിരുന്നു താരത്തിന്റെ പ്രതികരണം. സ്നേഹത്തിന്റെ പുറത്തു പറഞ്ഞതിനൊന്നും മാപ്പ് പറയേണ്ട കാര്യമില്ലെന്നും ചെന്നൈയിൽ ഒരിക്കൽ പ്രശ്നം നേരിട്ട സമയത്ത് കന്നഡിഗരാണ് തൻ്റെ ഒപ്പം നിന്നതെന്നും കൂടി കൂട്ടിച്ചേർത്തു കമൽ. എൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണ്. ഞാൻ സ്നേഹത്തിന്റെ പുറത്തു പറഞ്ഞ കാര്യങ്ങൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. ഞാൻ ഉൾപ്പെടുന്ന രാഷ്ട്രീയക്കാർ ഭാഷാപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ യോഗ്യരല്ലായിരിക്കാം. പക്ഷേ സ്നേഹത്തിന്റെ പുറത്തു പറഞ്ഞ കാര്യത്തിന് ഒരിക്കലും ഞാൻ മാപ്പ് പറയില്ല. എല്ലാവരെയും എല്ലാ കാലത്തും ഉൾക്കൊണ്ട ചരിത്രമാണ് തമിഴ്നാടിന്. ഒരു മേനോൻ മുഖ്യമന്ത്രിയായ നാടാണത്. റെഡ്ഡിയെയും ഒരു കന്നഡികയെയും മുഖ്യമന്ത്രിയായി സ്വീകരിച്ച നാട്. മഹത്തായ ഒരു ചരിത്രം പേറുന്ന നാട്. പക്ഷേ എനിക്കൊപ്പം എന്നും നിന്നിട്ടുള്ള കന്നഡിഗരെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയില്ല. എനിക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ എൻ്റെ കൂടെ നിന്ന മനുഷ്യരാണവർ. അവരെ ഞാൻ അപമാനിക്കുന്നത് എങ്ങനെയെന്നും ചോദിക്കുന്നുണ്ട് കമൽ. പക്ഷേ കമലിന്റെ വിശദീകരണം പ്രതിഷേധങ്ങളുടെ ആക്കം വീണ്ടും കൂട്ടുകയാണ് ചെയ്തതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. രൂക്ഷ വിമർശനങ്ങൾ നാലുപാടും അലയടിച്ചതോടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പ്രമുഖർ കമലിന് പിന്തുണയുമായി രംഗത്തെത്തുന്നുണ്ട്. വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു സത്യം മാത്രമാണ് കമൽ പറഞ്ഞത് എന്നായിരുന്നു മിക്കവരുടെയും പ്രതികരണം. കന്നഡ, മലയാളം, തെലുങ്ക് തുടങ്ങിയ ഭാഷകളെല്ലാം തമിഴിൽ നിന്ന് വന്നതാണെന്ന് ഗവേഷകരടക്കം ചൂണ്ടിക്കാട്ടിയത് സൂചിപ്പിച്ചായിരുന്നു കമലിന് പിന്തുണാ പ്രവാഹം. കമൽ പറഞ്ഞത് സത്യമാണെന്ന് ചരിത്രകാരന്മാർക്ക് അറിയാമെന്നും അത് എല്ലാവരും ഉൾക്കൊള്ളുന്ന സമയം വരുമെന്നുമാണ് വിടുതലൈ ചിരുതൈകൾ കക്ഷി അധ്യക്ഷൻ തോൾ തിരുമാവളൻ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയത്. കന്നഡ സംഘടനയായ കർണാടക രക്ഷണ വേദിക നിലവിൽ താരത്തിനെതിരെ ബംഗളൂരുവിൽ കേസ് നൽകിയിട്ടുണ്ട്. വിഷയം വിവാദമായിരിക്കെ കന്നഡ സത്യത്തിൽ തമിഴിൽ നിന്ന് ഉത്ഭവിച്ചതാണോ? ഇരുഭാഷകളും തമ്മിൽ ബന്ധമുണ്ടോ എന്നതെല്ലാം പരിശോധിക്കേണ്ടേ? അതിനുള്ള ഒരു ചെറിയ വിവരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. കന്നഡയും തമിഴും ചരിത്രമേറെ പേറുന്ന 2 ദ്രാവിഡ ഭാഷകളാണ്. ദ്രാവിഡ ഭാഷാ കുടുംബത്തിൻ്റെ സദേൺ വിഭാഗത്തിലാണ് ഈ ഭാഷകൾ ഉൾപ്പെടുന്നത്. മലയാളവും തെലുങ്കുമെല്ലാം ഉൾപ്പെടുന്നതും ഈ വിഭാഗത്തിൽ തന്നെയാണ്. ദ്രാവിഡ വേരുകളുള്ള ഭാഷകളാണെങ്കിലും ഇവ 2 കൈവഴികളിലൂടെ ഉരുത്തിരിഞ്ഞവയാണെന്നാണ് ഭാഷാ പണ്ഡിതർ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് പ്രോട്ടോ ദ്രവീഡിയൻ എന്ന പൊതുപൂർവികർ ഉണ്ട് ഈ 2 ഭാഷകൾക്കും. അതുകൊണ്ടാണ് ഗ്രാമർ ഘടനയും വാക്കുകളുടെ രചനയും ഒക്കെ കന്നഡയിലും തമിഴിലും സമാനമായത്. പക്ഷേ ഇവ രണ്ടും 2 ഭാഷകളായി തന്നെയാണ് വികസിച്ചു വന്നത്. തമിഴകം എന്ന് പറയപ്പെട്ടിരുന്ന പ്രദേശത്താണ് തമിഴ് ഭാഷ കാര്യമായി ഉപയോഗിക്കപ്പെട്ടിരുന്നത്. എന്നാൽ കന്നഡ സംസാരിക്കുന്നവർ നിലവിൽ കർണാടക ഇരിക്കുന്ന പടിഞ്ഞാറൻ ഭാഗത്തേക്ക് കുടിയേറി. ഒരു സ്വതന്ത്ര ഭാഷാ പരിണാമമായിരുന്നു അവരുടെ ലക്ഷ്യം. അത് ഫലം കാണുകയും ചെയ്തു. ഒരേ കുടുംബത്തിൽ നിന്നാണ് എന്നല്ലാതെ ഭാഷാപരമായി കന്നഡ തമിഴിൽ നിന്നോ തമിഴ് കന്നഡയിൽ നിന്നോ ഉരുത്തിരിഞ്ഞുവെന്നതിന് തെളിവുകളൊന്നും ഭാഷാ പണ്ഡിതർ ചൂണ്ടിക്കാട്ടുന്നില്ല.
2000 കൊല്ലത്തോളം പഴക്കമുണ്ട് കന്നഡ ഭാഷയ്ക്ക്. CE 3-ാം നൂറ്റാണ്ടിലാണ് കന്നഡ ഭാഷ ഉരുത്തിരിഞ്ഞത് എന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും പുരാതനമായ കന്നഡ ലിഖിതം എഴുതപ്പെട്ടത് 450 CE-യിലാണ്. കന്നഡയെ ആ പേരിൽ ആദ്യമായി പ്രതിപാദിച്ചിരിക്കുന്നതാകട്ടെ 9-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട കവിരാജ മാർഗ എന്ന രചനയിലൂടെ. കന്നഡയേക്കാൾ ഒരു 500 കൊല്ലത്തെ പഴക്കം കൂടുതലുണ്ട് തമിഴിന്. 2500 കൊല്ലം മുൻപാണ് തമിഴ് ഭാഷയുടെ ഉത്ഭവം. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ലിവിംഗ് ലാംഗ്വേജ് ആണ് തമിഴ്. സംസ്കൃതം ഉൾപ്പെടെയുള്ള ഭാഷകൾ ഇന്ത്യയിലെത്തിച്ച ഇൻഡോ ആര്യന്മാർക്ക് മുൻപേ തമിഴ് ഇവിടെ സംസാരിച്ചിരുന്നു എന്നാണ് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നത്.